എൻ്റെ ചോറിലാടാ നീയും നിന്റെ പെങ്ങളും കൂടി മണ്ണ് വാരിയിട്ടത്. ആ മണ്ണുള്ള ചോറ് തിന്നിട്ടാണെങ്കിലും ഞാൻ എൻ്റെ പൊന്ന് വാങ്ങിക്കൊണ്ടുവരും. അതിന് ചെല്ലുമ്പോൾ എൻ്റെ തല പോകുവാണെങ്കിൽ എനിക്ക് ആ തല വേണ്ട. സ്റ്റെഫിയെയും കൊണ്ട് മരിയാനോ സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ തൻ്റെ സ്വർണം കൂടെയാണ് കൈവിട്ട് പോയതെന്ന തിരിച്ചറിവിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ച് പരിഭ്രമിച്ച് നിൽക്കുന്ന പി അജേഷ്. വാശിപ്പുറത്ത് അയാൾ പറയുന്ന ഡയലോഗ് കയറിക്കൂടിയത് മലയാള സിനിമയുടെ എക്കാലത്തെയും മികച്ച പെർഫോമൻസുകളുടെ ലിസ്റ്റിലേക്കാണ്. അവിടെ തുടങ്ങുകയായിരുന്നു പൊന്നിന് വേണ്ടിയുള്ള അജേഷിൻ്റെ നിലയ്ക്കാത്ത യാത്ര. നെഞ്ചിലെ നോവുകളെല്ലാം തുന്നിച്ചേർത്ത് മുഖത്തൊരു ചിരി വെച്ചുപിടിപ്പിച്ച് ഉറച്ച ആത്മവിശ്വാസം കൈമുതലാക്കിയ പി അജേഷിൽ ഒരിടത്ത് പോലും ബേസിൽ ജോസഫ് എന്ന നടനെ മലയാളി കണ്ടില്ല. പീക്ക് ക്യാരക്ടർ ആർക്ക്, പീക്ക് പെർഫോമൻസ്. വർഷാരംഭത്തിൽ പുറത്തിറങ്ങിയ സിനിമ ഡിസംബർ മാസത്തിലും ചർച്ച ചെയ്യപ്പെടുന്നു. ആ നായകൻ മലയാളവും കടന്ന് മറ്റിടങ്ങളിലും പ്രകീർത്തിക്കപ്പെടുന്നു. ഒരു ആക്സിഡന്റൽ ആക്ടറുടെ എഫേർട്ട്ലെസ് പെർഫോമൻസ്, അതായിരുന്നു ബേസിലിന്റെ പി അജേഷ്. അടുത്ത വർഷത്തെ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം ആർക്കാകുമെന്ന ചർച്ചകൾ ഇപ്പോൾ തന്നെ സജീവമാണ്. അവിടെ എല്ലാവരും ഒരുപോലെ അയാളുടെ പേര് പറയുന്നു. ആരൊക്കെ വന്നാലും മത്സരിക്കേണ്ടത് പി അജേഷിനോട് മാത്രമെന്ന്. തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസോ ബ്ലോക്ക് ബസ്റ്ററോ ആയിരുന്നില്ല പൊന്മാൻ. സിമ്പിളായി വന്ന് വിജയിച്ചൊരു ചിത്രം. OTTയിൽ സിനിമയെത്തിയപ്പോൾ ചർച്ചകൾ നിറയെ അജേഷായി, മരിയാനോയായി, സ്റ്റെഫിയായി. നായകനും പ്രതിനായകനും അപ്പുറം വന്നവരും പോയവരും എല്ലാം നടത്തിയത് അസാമാന്യ പ്രകടനം. അതിൽ അജേഷ് വ്യത്യസ്തനാകുന്നത് ഇതുവരെ കാണാത്തൊരു ബേസിൽ അവിടെ പിറന്നുവെന്നത് കൊണ്ടാണ്. വളരെ നാച്ചുറലായി ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന നടനാണ് ബേസിൽ. അന്നേ വരെ ചെയ്ത സിനിമകളിലെല്ലാം ചെറിയ തോതിലെങ്കിലും ഹാസ്യമുണ്ടായിരുന്നു. സിനിമാ സംവിധാനം സ്വപ്നം കണ്ട താരം താൻ സംവിധാനം ചെയ്ത സിനിമകളിലെല്ലാം 1-2 സീനിൽ മാത്രം വന്നുപോയി. എന്നാൽ അതിൽ നിന്നും നായകന്റെ കൂട്ടുകാരൻ റോളിൽ നിന്നുമെല്ലാം പതിയെ അയാൾ നായക പദവിയിലേക്ക് കുതിച്ചു കയറി. കഠിന കടവരത്തിലെ ബച്ചുവായും ജാനമനിലെ ജോയ്മോനായും പാൽത്തു ജാൻവറിലെ പ്രസൂണായും അയാൾ നമ്മളെ അത്ഭുതപ്പെടുത്തി. തമാശ മാത്രമല്ല, നിസ്സഹായത കലർന്ന ഇന്റൻസ് കഥാപാത്രങ്ങളും തനിക്ക് ഇണങ്ങുമെന്ന് തുടക്കകാലത്തിലെ ഈ സിനിമകളിലൂടെ തന്നെ ബേസിൽ തെളിയിച്ചതാണ്. എന്നാൽ പിന്നീട് വന്ന സിനിമകളിലെല്ലാം തമാശ തന്നെയായിരുന്നു ബേസിലിന്റെ മെയിൻ. സൂക്ഷ്മദർശിനിയിൽ വില്ലനായെങ്കിലും അയാളുടെ പല മാനറിസങ്ങളും ഡയലോഗുകളും എല്ലാം നമ്മളെ ചിരിപ്പിച്ചിരുന്നു. പക്ഷേ പൊന്മാനെത്തിയപ്പോൾ കഥ മാറി. അജേഷിനെ കണ്ടാൽ ഒരിടത്ത് പോലും നമുക്ക് ചിരി വരില്ല. അയാളുടെ മാനസികാവസ്ഥയിലൂടെ നമ്മളും കടന്നുപോകും. വിഷാദം വരും, കരയും. അഭിനയത്തിൽ റെപ്പറ്റീഷൻ വരുന്നുവെന്ന് ഒരിടക്കുയർന്ന വിമർശനം അധിക താമസമില്ലാതെ ഒറ്റ സിനിമയിലൂടെ മാറ്റി ബേസിൽ. എവിടാ പ്രശ്നമില്ലാത്തത്? എത്രത്തോളം പ്രശ്നം? അതാണ് പ്രശ്നം. ഏതൊരു സാഹചര്യത്തെയും നേരിടാൻ പഠിച്ചയാളാണ് അജേഷ് എന്ന് ഈ ഒറ്റ ഡയലോഗിൽ നിന്ന് തന്നെ വ്യക്തം. നിസ്സാര പ്രശ്നം വരുമ്പോൾ പോലും നേരിടാതെ പിന്മാറുന്ന സമൂഹത്തിന് മുന്നിലേക്കാണ് പ്രശ്നങ്ങളുടെ ഒരു കയത്തിലേക്ക് സധൈര്യം കടന്നു ചെല്ലുന്ന അജേഷിനെ സംവിധായകൻ അവതരിപ്പിക്കുന്നത്. ജീവിതം ആകെ തകർന്നിരിക്കുമ്പോഴും ചങ്കുറപ്പോടെ നേരിടുന്ന നായകൻ. അമാനുഷികനോ സൂപ്പർ പവർ ഉള്ള ആളോ അല്ല. എല്ലുമുറിയെ പണിയെടുത്ത് ജീവിതം നയിക്കുന്ന ഒരു മിഡിൽ ക്ലാസ് വർക്കിംഗ് മാൻ. ഒരു ഫോൺ കോൾ ചെയ്താൽ ഈ മുറിയിലെപ്പോൾ ലക്ഷങ്ങൾ വരും. എങ്ങനാ? അതാ ക്യാരക്ടർ, വിശ്വാസം. അത് കുത്തുവാളെന്ന് അജേഷ് ഉണ്ടാക്കിയെടുത്തതാ. ഈ കോൺഫിഡൻസ് തന്നെയാണ് സിനിമയിലുടനീളം ബേസിലിനുള്ളത്. തല്ലുകൊണ്ട് വീഴുമ്പോഴും വീണ്ടും നേരെ നിന്ന് പോരാടുന്ന കോൺഫിഡൻസ്. കണ്ടിരിക്കുന്നവരിൽ ഒരിറ്റ് കണ്ണീർ സമ്മാനിച്ചാണ് അജേഷ് സ്ക്രീനിൽ നിന്ന് മായുന്നത്. അജേഷ് മാത്രമല്ല, മരിയാനോയും തകർത്താടിയ സിനിമ കൂടിയാണ് പൊന്മാൻ. അമ്പാനായി കുടുകൂടെ ചിരിപ്പിച്ച സജിൻ ഗോപുവിനെ അതിന്റെ എക്സ്ട്രീം വേർഷനിലാണ് നമ്മൾ പൊന്മാനിൽ കണ്ടത്. കൈക്കരുത്തിലും ഓരോ നോട്ടത്തിലും അയാൾ പ്രേക്ഷകനെ പേടിപ്പിച്ചു. അജേഷ് തനിക്കൊരു ഇരയല്ലെന്ന അയാളുടെ അഹങ്കാരത്തിനുള്ള അടി കൂടിയായിരുന്നു സിനിമയുടെ ക്ലൈമാക്സ്. മരിയാനോയെ ഇടിച്ചിട്ട് നഷ്ടപ്പെട്ട സ്വർണം നേടിയെടുക്കുന്നിടത്ത് വിജയിച്ചവന്റെ എല്ലാ കരുത്തോടെയും ബേസിൽ പറയും, അജേഷാടാ അജേഷ്. പിന്നീട് അങ്ങോട്ടുള്ള നാളുകളിൽ ഓരോ മലയാളിയും അത് ഏറ്റുപറഞ്ഞു. പേര് അന്വർത്ഥമാക്കുന്ന വിധം തനി തങ്കം പോലൊരു സിനിമ. കഥ പറച്ചിൽ കൊണ്ടും കഥാപാത്രങ്ങളുടെ പ്രകടനം കൊണ്ടും വ്യത്യസ്തത പുലർത്തിയ ചിത്രം. ബേസിൽ എന്ന നടന്റെ വേഴ്സറ്റാലിറ്റിയെ മലയാളി പൊന്മാനിലൂടെ മനസ്സിലാക്കി. എൻ്റെ ലുക്കും രൂപവും സൈസും വെച്ചിട്ട് എന്നെ വെച്ച് ആരും KGF ചെയ്യാൻ വിളിക്കില്ലെന്ന് ഒരിക്കൽ ബേസിൽ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട ബേസിൽ, 1000 ആണ്ട് മനസ്സിൽ തങ്ങി നിൽക്കുന്ന പി അജേഷ് ഉള്ളപ്പോൾ എന്തിനാണ് മറ്റൊരു KGF?